if you are happy and you want to express it, say hallelujah 3 times. നിങ്ങൾ സന്തോഷവാന്മാരും അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. I have overwhelming joy to be in the presence of God, to be with you tonight. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. I really wanted to be here for this convention. ഈ മഹായോഗത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് വളരെ താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു. I was asking our state overseer, Reverend Y. Reggie, how the convention was going on. എങ്ങനെയാണ് ഈ കൺവെൻഷൻ നടന്നു പോകുന്നത്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമ്മളുടെ സ്റ്റേറ്റ് ഓവർസിയറോട് ഞാൻ ആരാഞ്ഞു. Immediately he responded that you must come and we welcome you, we invite you. ഉടൻ തന്നെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിശ്ചയമായിട്ടും താങ്കൾ കടന്നു വരണം, ഇവിടെ നടക്കുന്നത് എന്തെന്ന് വന്നു കാണീൻ എന്ന് പറഞ്ഞു. I took that opportunity and immediately made the booking and came here. ഉടൻ തന്നെ ഞാൻ സീറ്റ് റിസർവ് ചെയ്തു, ഇവിടെ കടന്നു വന്ന് നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. The songs you are singing are awesome and phenomenal. ഇവിടെ പാടുന്നതായിരിക്കുന്ന പാട്ടുകൾ എത്രയോ മനോഹരമാണ്, സ്വർഗീയ അനുഭൂതി നൽകുന്നതായിരിക്കുന്ന ഗാനമാണ് ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. I can go on and on and on dancing and singing together. ഇവിടെ പാടുന്നതായിരിക്കുന്ന പാട്ടും നിങ്ങളുടെ ആരാധനയും കാണുമ്പോൾ നിങ്ങളോട് കൂടെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു. Amen. ഹല്ലേലൂയ. I see that you are all happy tonight. നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രിയിൽ സന്തോഷഭരിതരാണ് എന്ന് ഞാൻ കാണുന്നു, ഞാൻ വിശ്വസിക്കുന്നു. I was able to minister for the graduates this morning. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ നടന്ന ബിരുദദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ശുശ്രൂഷിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. I thank God for our loving and wonderful man of God, our South Asia Superintendent, Bishop C.C. Thomas. ദക്ഷിണേഷ്യയുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടന്റ് ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ബിഷപ്പ് C.C. തോമസ് അവർകൾക്കായി തന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I have great time with him this afternoon. ഇന്ന് ഉച്ചകഴിഞ്ഞ സന്ദർഭത്തിൽ ചില സമയം അദ്ദേഹവുമായി ചെലവഴിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. Pastor Y. Reggie took us to a nice restaurant this afternoon. ഇന്ന് ഉച്ചകഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മളുടെ ഓവർസിയർ പാസ്റ്റർ വൈ റെജി ഞങ്ങൾക്ക് അതിനുള്ള നല്ല സൗകര്യം ഒരുക്കി തന്നു. And the long awaiting food that I liked the most, karimeen, was the great feast this lunch. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരിക്കുന്ന കേരളത്തിന്റെ പ്രിയ മത്സ്യം കരിമീൻ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയം അത് ഒരുമിച്ച് ചെലവഴിക്കുവാൻ കർത്താവ് അവസരം തന്നു. Hallelujah. Hallelujah. I see the pandal full of people. ഇന്ന് ഈ രാത്രിയിൽ വിശ്വാസ സമൂഹത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പന്തൽ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. I bring greetings to you from Church of God in India, Tamil Nadu. ദൈവസഭയുടേതായിരിക്കുന്ന ഭാരതത്തിലെയും തമിഴ്നാട്ടിലെയും വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേക സ്നേഹം നിങ്ങൾക്ക് ഞാൻ പകരുന്നു. We have an 87-acre land in Tirunelveli. തിരുനെൽവേലിയിൽ 87 ഏക്കർ ഭൂമി നമുക്കുണ്ട്. But it is like a barren land. എന്നാൽ അത് ഒരു മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ്. But on seeing these things, I have a really great faith that God would make that place a heaven-like place. ആ മരുഭൂമി കാണുമ്പോൾ ഇവിടെയുള്ളതായിരിക്കുന്ന മലർവാടി പോലെ അതുമായി തീർന്നിരുന്നെങ്കിൽ എന്നെ ഹൃദയം സന്തോഷിക്കുന്നു. അതും അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I ask you to pray for that. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. Next year we want to hold our general convention on that place. ആ പ്രത്യേക സ്ഥലത്ത് ഇപ്പോൾ മരുഭൂമി പോലെ കിടക്കുന്നതായിരിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങളുടെ വാർഷിക കൺവെൻഷൻ നടത്തുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. In order for us to do a fencing or a compound wall, it would cost us 2 crore. ചുറ്റുമതിൽ കെട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിന് തന്നെ ഏകദേശം 2 കോടി രൂപ ചെലവഴും. And there are so many other things to do. മറ്റനേക ക്രമീകരണങ്ങളും അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. And I was placing my request to our South Asia Superintendent that we need 300 crore rupees. ഞങ്ങളുടേതായിരിക്കുന്ന നമ്മളുടെ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടന്റിനോട് ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് 300 കോടി രൂപ അതിന് ചെലവായും. And we would have a tremendous big stadium and convention
buildings. അവിടെ വലിയ നിലയിലുള്ളതായിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും ഇതുപോലെയുള്ളതായിരിക്കുന്ന സ്റ്റേഡിയങ്ങളും ഒക്കെ അവിടെ ആവശ്യമാണ്. Amen. ഹല്ലേലൂയ. We are more than conquerors. പ്രിയമുള്ളവരെ, നമ്മൾ ജയാളികളെക്കാൾ ശ്രേഷ്ഠന്മാരായ ആളുകളാണ്. Amen. ഹല്ലേലൂയ. In this tonight, God is speaking to you that you are going to be something special from this day forward. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നിങ്ങൾ ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ ജയാളികളായി തീർന്ന് ഈ പന്തൽ വിട്ട് കടന്നു പോകുന്നത് ജയാളികളായി തന്നെയായിരിക്കും. Such a wonderful message we heard from Reverend Sunny. റെവറൻഡ് സണ്ണി താഴാമ്പലത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ അടങ്ങിയ സന്ദേശം നമുക്ക് ലഭിച്ചു. I had been to his house in the US. അമേരിക്കൻ ഐക്യനാടുകളിൽ തന്റെ ഭവനത്തിൽ വിശ്രമിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. He gave me a tremendous wonderful feast. വളരെ മനോഹരമായിരിക്കുന്ന സ്വാദിഷ്ട ഭോജനം അദ്ദേഹം ഞങ്ങൾക്ക് നൽകി തന്നു. And he gave a nice feast of God's word. Tonight I was really thrilled to hear that. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി ഇന്ന് രാത്രിയിൽ ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുന്ന ദൈവവചനം അദ്ദേഹം നമുക്ക് വിളമ്പി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Amen. Hallelujah. Have you ever tried to grow something? നിങ്ങൾ എവിടെയെങ്കിലും പോകുവാൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? I tried to grow tomatoes once. ഞാൻ ഒരിക്കൽ തക്കാളി വളർത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. I planted the seeds. ഞാൻ തക്കാളിയുടെ വിത്ത് പാകി, watered them, അതിനെ വെള്ളമൊഴിച്ചു for 3 days, 3 ദിവസം, and I forgot that. അതിനുശേഷം ഞാൻ ആ കാര്യമേ മറന്നുപോയി. A month later, ഒരു മാസം കഴിഞ്ഞിട്ട് I looked outside, ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ and all I had seen was one stick sticking out. ഞാൻ അവിടെ കണ്ടത് ഒരു ചെറിയ കമ്പ് മാത്രമേ നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. This disaster made me realize something. ഇത് ഒരു പ്രത്യേക കാര്യത്തെയാണ് ഈ ഇങ്ങനെ നടന്നതായിരിക്കുന്ന ഈ കാര്യം വിളിച്ചറിയിക്കുന്നത്. For anything to grow, എന്തെങ്കിലും വളരണമെന്നുണ്ടെങ്കിൽ, whether it is a garden, ഒരു നല്ല പൂന്തോട്ടമാണെങ്കിലും, a relationship, ഒരു നല്ല ബന്ധമാണെങ്കിലും, or your faith, അതെല്ലാം വളർന്ന് നമ്മുടേതായിരിക്കുന്ന വിശ്വാസം. You need good soil, നിങ്ങൾക്ക് നല്ല മണ്ണ് അതിനാവശ്യമാണ്, and a good care. അത് മാത്രമല്ല പരിചരണവും ആവശ്യമാണ്. In Mark chapter 4 verse 2 to 20, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, I don't want to read that lengthy passage. വളരെ വിശാലമായിരിക്കുന്ന ബൃഹത്തായിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. Jesus tells the parable of the sower. യേശു അവിടെ വിതയ്ക്കുന്നവന്റെ ഒരു ഉപമ പറയുന്നു, showing us what it means to live a fruitful and purposeful life. ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടെ ലഭിക്കത്തക്ക വിധത്തിൽ ഫലം കായ്ക്കത്തക്ക വിധത്തിലുള്ളതായ വിധത്തിൽ നാം വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. It is not about turning into a farmer. I don't want you to become a farmer. നിങ്ങൾ ഒരു കൃഷിക്കാരനായി തീരണമെന്നല്ല ഞാൻ പറയുന്നത്. It's about the condition of our hearts. അത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. Number 1, ഒന്നാമത്തേത് the path. അതിന്റെ വഴി ഒരുക്കുക. The path, വഴി ഒരുക്കുക. The roadside cafe for birds. The roadside cafe for birds. നമുക്കറിയാം പക്ഷികൾക്ക് അതിൻ്റെതായിരിക്കുന്ന ചില വഴികളുണ്ട്. Jesus starts with the seed that fell on the path. യേശു കർത്താവ് പറയുന്ന ഈ ഉപമയിൽ ഒരു കൂട്ടം വിത്തുകൾ വീണത് വഴിയരികിലാണ്. The birds sweep it and eat it before it even has a chance to grow. അങ്ങനെ വഴിയരികിൽ വീണതായിരിക്കുന്ന വിത്ത് പറവകൾ വന്ന് കൊത്തി തിന്ന് അതിന് വളരുവാൻ ഒരു സാവകാശം ലഭിച്ചില്ല. He explains that this represents people who hear God's word, but before it sinks in, Satan steals it away. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് അതിപ്രകാരമാണ് പറയുന്നത്, വിത്ത് വീണു, പക്ഷേ അത് കിളിർക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതിന് മുൻപേ പിശാചു വന്ന് അത് കൊത്തിയെടുത്തുകൊണ്ട് പോയി. Imagine some of you going to church Sunday, ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി സഭയിൽ കടന്നു പോകുന്നു, hearing a great sermon, ഒരു വലിയ നല്ല സന്ദേശം നമ്മൾ കേൾക്കുന്നു, and thinking, wow, that's deep. ഇന്നത്തെ സന്ദേശം എന്നോടുകൂടെ എനിക്ക് വേണ്ടി ഉള്ളതായിരുന്നുവെന്ന് ചിന്തിക്കുന്നു. But by the time you go out, എന്നാൽ സഭാ ഹാളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, and you see some Arabian restaurants, അവിടെയുള്ള അറേബ്യൻ റെസ്റ്റോറന്റ്സ് നമ്മൾ കാണുന്നു, and you eat കുഴിമന്തി,
നമ്മൾ അവിടെ പോയി കുഴിമന്തി കഴിക്കുന്നു. And you forget all the word that I had spoken to you. സഭാ ഹാളിനകത്ത് വെച്ച് ദൈവം നമ്മോട് സംസാരിച്ചതായിരിക്കുന്ന എല്ലാ വാക്കുകളും അതോടുകൂടെ നാം മറന്നു പോകുന്നു. That's the path. അതാണ് വഴിയരിയിൽ വീഴുന്നതായിരിക്കുന്ന വിത്ത്. James 1:22 says, യാക്കോബിന്റെ ലേഖനം 1:22 പ്രകാരം പറയുന്നു, do not merely listen to the word. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായി മാത്രം നാം ഇരിക്കരുത്. Do what it says. ദൈവവചനം പ്രമാണിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. Would you please raise your hands and say amen to that? കരങ്ങൾ ഉയർത്തി ആ വാക്യത്തെ അനുകൂലിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Do not let the enemy turn your hearts into a fast food for distraction. ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ഫാസ്റ്റ് ഫുഡിന്റെ അനുഭവത്തിലൂടെ കടത്തിപ്പോയി നമ്മളുടേതായിരിക്കുന്ന എല്ലാ വസ്തുതകളും നമ്മളിൽ നിന്നും അകറ്റുവാൻ പിശാചിനെ നമ്മൾ അനുവദിക്കരുത്. Are you listening to me? ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്നെ ശ്രവിക്കുന്നുണ്ടല്ലോ. Protect your heart from distractions. നിങ്ങളുടേതായിരിക്കുന്ന ഹൃദയത്തെ വഞ്ചനയിൽ നിന്നും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. As you read the word of God, നിങ്ങൾ ദൈവവചനം വായിക്കുന്തോറും write down what you're learning from God. എന്താണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കുറിച്ചു വെക്കുക. And meditate on it day by day. രാവും പകലും നിങ്ങൾ അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. Number 2. രണ്ടാമതായി, the rocky ground. പാറമേൽ വീണതായിരിക്കുന്ന വിത്ത്. Shallow faith syndrome. വളരെ ആഴം കുറഞ്ഞതായിരിക്കുന്ന വിശ്വാസത്തിൻ്റെതായ ഒരു അനുഭവം. You see that in Mark chapter 4 verse 5 and 6. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇത് പറയുന്നുണ്ട്. Jesus describes the seed that falls on rocky soil. കർത്താവ് പറയുകയാണ്, ചില വിത്തുകൾ വീണത് പാറയുടെ പുറത്താണ്. It sprouts quickly but withers because it has no roots. അതിനെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, വേരുകൾക്ക് ഇറങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് അത് വാടിപ്പോയി. These are people who get excited about God. ദൈവത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ളതായിരിക്കുന്ന ആളുകളാണ്. But only for 5 minutes. എന്നാൽ 5 മിനിറ്റ് മാത്രമേ ആ സന്തോഷം But നിലനിൽക്കുകയുള്ളൂ. give up when life gets tough. ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ, It gets tough. പ്രതിസന്ധികളിലൂടെ കഠിനമേറിയ പാതകൾ വരുമ്പോൾ, It doesn't have any value. അവിടെ വേറിറങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് മൂല്യ ശോഷണം സംഭവിച്ചു നിൽക്കുന്നു. Have you ever met someone who joined the gym in January? Resolution? Gymnasium? Yeah. ഈ ജിമ്മിൽ പോകുന്നതായിരിക്കുന്ന ശരീര അഭ്യാസത്തിന് വേണ്ടി ജിമ്മിൽ പോകുന്നതായിരിക്കുന്ന ആളുകളെ ഈ ജനുവരിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? And they quit by February. എന്നാൽ ജനുവരിയിൽ പോകും, ഫെബ്രുവരി ആകുമ്പോൾ അവർ വിട്ടുകളയും. Hello? Do you understand? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. That's the rocky soil. അതാണ് വാസ്തവത്തിൽ പറയുന്നതായിരിക്കുന്ന പാറപ്പുറത്ത് വീണതായിരിക്കുന്ന വിത്ത് എന്ന് പറയുന്നത്. Colossians chapter 2 verse 6 to 7 says, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്, continue to live your lives in him, അവനിൽ വേരൂന്നി നിങ്ങൾ ജീവിക്കണമെന്നാണ്. rooted and built up in him. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നി മുൻപോട്ട് പോകണം. Deep roots keep your faith alive during storms. നിങ്ങളുടെ വിശ്വാസം അവനിൽ വർദ്ധിച്ചു വരത്തക്ക വിധത്തിൽ ഓരോ ദിവസവും വിശ്വാസം അതെ വർദ്ധിച്ചു വരണം. Problems may come, പ്രതിസന്ധികൾ വന്നേക്കാം, storms may come, കാറ്റുകൾ അടിച്ചേക്കാം, but no one can put you down because you are strong in the Lord. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. Touch somebody next to you, build deep roots. Say that to him. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് പറയുക, വിശ്വാസം ആഴത്തിൽ വേരൂന്നട്ടെ. Spend consistent time with God. ദൈവത്തോട് തുടർമാനമായി നിങ്ങൾ സംഭാഷിച്ചുകൊണ്ടിരിക്കണം. Trials aren't meant to crush you. പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കുവാൻ വേണ്ടി വന്നേക്കാം. They are meant to grow you. എന്നാൽ ആ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കുകയില്ല, നിങ്ങളെ വളർത്തുവാൻ ദൈവം കാരണമാക്കും. Hallelujah. ഹല്ലേലൂയ. Number 3. മൂന്നാമത്തേത്, The thorny ground. മുള്ളുകളിടയിൽ വീണതായിരിക്കുന്ന വിത്ത്. The garden of stress. വലിയ അതെ ഒരു പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലുള്ളതായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. The thorn soil is full of thorns. നമുക്കറിയാം അവിടെ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരുവാൻ സാധിക്കുന്നില്ല. Which chokes
choke the plants. അതെ, ആ വളർന്നു വരുന്നതായിരിക്കുന്ന ഇളം തളിരുകളെ ഇല്ലാതാക്കി കളയുന്നു. Jesus says these thorns represent the worries of our life. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഇപ്രകാരമാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ജീവിതത്തിലെ ഉത്കണ്ഠകളും ആകുലങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ളതായ പ്രതിസന്ധികളുമാണ് ഈ മുള്ളുകൾ. It may also mean the deceitfulness of wealth. അതോടൊപ്പം തന്നെ അത് പാപത്തിൻ്റെതായിരിക്കുന്ന ഈ അവസ്ഥയെയും അത് കാണിക്കുന്നു. Wealth. സാമ്പത്തികമായിരിക്കുന്ന സമ്പത്തിൻ്റെതായിരിക്കുന്ന പാപാവസ്ഥ. And the desire for other things. മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഈ അനുഭവാവസ്ഥ. Picture a garden overrun by weeds. നമ്മൾക്കറിയാം അതെ, വീഡ്സ് കള വളരുന്നതായിരിക്കുന്ന ഈ അനുഭവം. The plants are fighting for their lives because the weeds are hogging all the sunlight, water and nutrients. ഈ നല്ല വിത്ത് വളർന്നു വരുമ്പോൾ അതിനെ ഞെരുക്കിക്കളയുവാനും അതിന് ലഭിക്കേണ്ടതായിരിക്കുന്ന പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് കളയും ശക്തിയോടുകൂടെ വളർന്നു വരികയാണ്. That's what happens when we let our phone work on our behalf. നമ്മളുടേതായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിലുള്ളതായിരിക്കുന്ന പ്രത്യേകതകളും ഒക്കെ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. We are busy with our phones. നമ്മളുടേതായിരിക്കുന്ന മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളുമായി നമ്മൾ വളരെ തിടുക്കത്തിലായിരിക്കുന്നു. We are chasing other things of the world. ലോകത്തിന്റെ മറ്റു പല കാര്യങ്ങളും നാം അതെ വെമ്പൽ കൊണ്ട് അതിന്റെ പുറകെ ഓടുകയാണ്. They take priority over God. നമ്മൾ പലപ്പോഴും ദൈവത്തെ ഉപരി മുൻഗണന കൊടുക്കുന്നത് നമ്മളുടെ ഫോണിനും മറ്റു കാര്യങ്ങൾക്കുമാണ്. But Matthew 6:33 you know by heart. മത്തായി സുവിശേഷം 6:33 നിങ്ങൾക്ക് മനപ്പാഠമായി അറിയാവുന്ന കാര്യമാണ്. Seek ye first the kingdom of God and his righteousness. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. And all these things will be added to you as well. ഇതൊക്കെയും നിങ്ങൾക്ക് അതിനോട് കൂടെ ലഭിക്കുവാനിടയാകും. Hallelujah. Do not be deceived by this world. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങി പോകരുത്. Do not be overrun by weeds. അതെ, കളകളുടേതായിരിക്കുന്ന ആധിക്യം നിമിത്തം നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. Weed out distractions. പ്രതിസന്ധികളിൽ നിന്നും കളകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. Ask yourself, is this helping me grow closer to God or it is pulling me away? നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് നമ്മോട് തന്നെ ചോദിക്കുക, ഇതെന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ അതോ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന ഒരു വസ്തുതയാണോ? Number 4. നാലാമത്തെ കാര്യം, the good soil. നല്ല നിലത്ത് വീണതായ വിത്ത്. It is the harvest time. പ്രിയമുള്ളവരെ, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. We are going to be more than conquerors. നാം വിജയികളായി തീരുവാൻ പോകുകയാണ്. We come to the good soil. നാം നല്ല നിലത്ത് വീണതായിരിക്കുന്ന വിത്തുകളാണ്. This is the heart that receives God's word, allows it to take roots and produces an abundant harvest. ദൈവ വചനം നല്ല നിലത്ത് വീണിട്ട് നല്ലതായി വളർന്ന് ശ്രേഷ്ഠമായിരിക്കുന്ന ഫലം കൊടുത്ത് നല്ല ഒരു കൊയ്ത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. One will become 30. 30 വായിക്കുന്നവരുണ്ട്, 60, 60 മേനി, 100 times, 100 മേനി ഫലം കായ്ക്കുവാൻ, a great harvest. ഒരു വലിയ കൊയ്ത്ത് യജമാനന് വേണ്ടി കൊടുക്കുവാൻ. Put your hands together and praise the Lord. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ആരാധിക്കാം. Hallelujah. Hallelujah. Imagine planting one tiny tomato seed and waking up to find your entire backyard has turned into tomato jungle. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ വീടിന്റെ പുറകിലുള്ളതായിരിക്കുന്ന ചെറിയ കൃഷിത്തോട്ടത്തിൽ ഒരു വലിയ അതെ തക്കാളി തോട്ടമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും. That's the kind of multiplication God wants in your life. നിങ്ങൾക്ക് അത്രമാത്രം സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ഫലം കായ്ക്കുന്ന ഒരു കാട് പോലെ ചർച്ച് ഓഫ് ഗോഡ് വളർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. In John 15 verse 5 says, I am the vine. യോഹന്നാന്റെ സുവിശേഷം 15:5 പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. You are the branches. നിങ്ങൾ കൊമ്പുകളാകുന്നു. If you remain in me, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ, and I in you, ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, you will bear much
much fruit. നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. Hallelujah. ഹല്ലേലൂയ. To be good soil, we must prioritize God's word. ഒരു നല്ല നിലമായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് നാം മുൻഗണന കൊടുക്കണം. We must obey it. നാം അത് അനുസരിക്കണം. We must share it with others. നാം അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. A fruitful life is one that blesses others and glorifies God. ഫലകരമായിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായിരിക്കുന്ന ജീവിതമാണ്. I want to prophesy tonight. ഇന്ന് രാത്രിയിൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. You're not going to be blessed, but also you are going to bless others, thousands and thousands this year. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹ പാത്രമായി, അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. The rewards of a fruitful life is I will read that out for you. അതെ, വിജയകരമായിരിക്കുന്ന പ്രയോജനകരമായിരിക്കുന്ന ഫലകരമായിരിക്കുന്ന ജീവിതത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. There will be joy and contentment. അവിടെ നിശ്ചയമായിട്ടും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. That person is like a tree planted by the streams of water, which yields its fruits in season. A fruitful life brings deep joy and peace. അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തി ആറ്റരികത്ത് നട്ടതും കൃത്യമായി ഫലം കായ്ക്കുന്നതും എല്ലാ സമയത്തും ശ്രേഷ്ഠമായിരിക്കുന്ന അതേ ഫലം കായ്ക്കുന്ന സന്തോഷം നൽകുന്നതായ ഒരു വ്യക്തിത്വമായി മാറും. I don't know whom I am talking to, but I am talking to somebody who is going to receive joy and peace in your life from this day forward. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളിൽ എത്ര പേർക്ക് ഈ സന്ദേശം അത് ദൈവം വെച്ചിരിക്കുന്ന സന്ദേശമാണെന്ന്. ഞാൻ പറയട്ടെ, സന്തോഷവും ആനന്ദവും ഫലവും കായ്ക്കുന്ന ജീവിതമായി നിങ്ങൾ തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Second thing, you will have impact on others. മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറും. Let us not become weary in doing good. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. For at the proper time we will reap a harvest. തക്ക സമയത്ത് നന്മ ചെയ്യുന്നതിൽ മടുക്കാതിരുന്നാൽ നിങ്ങൾ ഫലം കൊയ്യുവാനിടയാകും. Your life can make a difference in ways you can't even imagine. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ശക്തനാണ്. അതിന് നിങ്ങൾക്ക് കഴിയും. And finally, eternal significance. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയട്ടെ, നിത്യമായിരിക്കുന്ന ഒരു പ്രാധാന്യം അതിനുണ്ട്. God will stand upon his throne. ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ He will stand up അവൻ നിൽക്കുകയാണ്. and he will say to you, അവൻ നിങ്ങളോട് പറയും, well done, good and faithful servant. അവസാനം അവൻ പറയുന്നൊരു വാക്കുണ്ട്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനേ. A fruitful life doesn't just impact today. പ്രിയമുള്ളവരെ, ഫലകരമായിരിക്കുന്ന ഒരു ജീവിതം ഇവിടെ മാത്രം കൊണ്ട് അവസാനിക്കുന്നതല്ല. It will echo in eternity. നിത്യത വരെയും അതിൻ്റെതായിരിക്കുന്ന ശ്രേഷ്ഠത വന്നുകൊണ്ടേയിരിക്കും. It will echo to eternity. അതിൻ്റെതായിരിക്കുന്ന പ്രകമ്പനം നിത്യത വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. Say amen to that. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. Say hallelujah to that. ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി ദൈവത്തെ Put സ്തുതിക്കാം. your hands together and praise the കരങ്ങൾ Lord. അടിച്ച് ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കാം. Are you ready to grow? വളരുവാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to grow? വളരുവാൻ തയ്യാറുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? May I see your hands? വളരുവാൻ താല്പര്യമുള്ളവരെ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. 1, 2, 3, 4, 5. Oh, thousands and thousands of hands. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വളരുവാൻ താല്പര്യത്തോടു കൂടി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. I asked our state overseer how many chairs you have put up in this auditorium. ഞാൻ നമ്മളുടെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചു, എത്ര കസാര ഇവിടെ ഇട്ടിട്ടുണ്ട്? Almost 8,000 chairs. ഏകദേശം 8,000 കസാരയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. And I heard that there's going to be 15,000 people gathering on Sunday morning. ഞായറാഴ്ച രാവിലെ ഏകദേശം 15,000-ലധികം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുവാൻ പോകുകയാണെന്ന് ഞാൻ അറിയുന്നു. I don't know how that it is going to be. അത് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I really did not plan it
very well this time. ഈ പ്രാവശ്യം അതിനുവേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി അല്ല ഞാൻ വന്നത്. I'm leaving tomorrow. ഞാൻ നാളെ പോകുകയാണ്. I wish I would be there on Sunday. ഞാൻ ആഗ്രഹിച്ചു പോയി ഞായറാഴ്ച ഈ വിശുദ്ധന്മാരോട് ചേർന്ന് എനിക്കും ആരാധിച്ചിരുന്നുവെങ്കിലെന്ന്. And I will next year, if God allows me, I will come here on Sunday. അടുത്ത വർഷം ദൈവം അനുവദിക്കുന്ന വർഷം ഞായറാഴ്ച നിങ്ങളോട് കൂടി ആരാധനയിൽ വിശുദ്ധന്മാരോട് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. You know what? I tell you the truth. I tell you the truth tonight. ഇന്ന് രാത്രിയിൽ ഞാൻ സത്യം എന്റെ ഹൃദയമാണ് നിങ്ങളോട് പറഞ്ഞത്. From the first day forward, we are watching it. Me and my wife are watching it on live. Okay, everybody here, all the pastors, all the leaders are jumping and dancing and praising God together. Oh, it makes us wanting to come here. ഈ കൺവെൻഷൻ്റെതായിരിക്കുന്ന പ്രാരംഭ ദിവസം മുതൽ ഇവിടെ നടക്കുന്നതായിരിക്കുന്ന മീറ്റിംഗ് വേദിയിലും സദസ്സിലുമുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ആത്മാവിൽ നൃത്തം ചെയ്യുന്നതൊക്കെ ലൈവിലൂടെ ഞാനും എന്റെ സഹധർമ്മിണിയും വീക്ഷിച്ചപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് വന്ന് ആരാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. I'm sure my beautiful wife is watching in Chennai. എന്റെ മനോഹരിയായിരിക്കുന്ന ഭാര്യ ചെന്നൈയിൽ നിന്ന് ഈ കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. And that makes me strong. അത് എന്നെ ശക്തനാക്കുന്നു. Hallelujah. I'm not going to lengthen my sermon. എന്റെ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. What kind of soil are you? പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് നിലത്തിലുള്ള എപ്രകാരമുള്ളതായിരിക്കുന്ന നിലമാണ് നിങ്ങൾ? Are you the path? നിങ്ങൾ വഴിയരികിൽ വീണതാണോ? Where God's word gets snatched away? വഴിയരികി പോലുള്ളതായിരിക്കുന്ന ഹൃദയമാണോ ദൈവവചനം വീണിട്ട് അതെ പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്നത്? Are you the rocky ground where faith withers under pressure? നിങ്ങളുടെ ഹൃദയം പാറപ്പുറം പോലെ ഇരിക്കുകയാണോ വിത്ത് വീണാലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഉണങ്ങിപ്പോകുന്നതായിരിക്കുന്ന നിലമാണ്? Are you the thorny ground where distractions choke your purpose? അതല്ല, നിങ്ങളുടെ ഹൃദയം മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന വിത്ത് വളരുവാൻ പര്യാപ്തമല്ലാത്തതായിരിക്കുന്ന ഒരു സ്ഥലമാണ്? Or are you the good soil ready to produce a big harvest? അതോ നിങ്ങളുടെ ഹൃദയം നല്ല നിലമായി ഒരു വലിയ വിളവ് കൊടുക്കുവാൻ യജമാനന് സന്തോഷം കൊടുക്കുവാൻ പറ്റിയതായ നിലമാണോ നിങ്ങളുടെ ഹൃദയം? Oh, something special is taking place right now. ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി ചില ഹൃദയങ്ങളിൽ ഇപ്പോൾ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. The anointing of the Holy Spirit, I could see the sense of the Spirit moving around. ഇന്ന് രാത്രിയിൽ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു വലിയ സന്ദർശനം ഈ പന്തലിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. It is so thick and strong. അത് വളരെ ശക്തിയേറിയ ഒരു അനുഭവമായി ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. This year 2025, 2025 സംവത്സരം, ask God to prepare your heart as good soil. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, ഈ വർഷം എന്റെ ഹൃദയം ഒരു നല്ല നിലമാക്കി തരണമേ. Spend time in His Word. ദൈവവചനവുമായി നിങ്ങൾ സമയം ചെലവഴിക്കുക. Trust Him through trials. പ്രതിസന്ധികളിൽ അവനിൽ ആശ്രയം വെക്കുക. And weed out distractions. എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങൾ മാറി നിൽക്കുക, അതിനെ പിഴുതെറിയുക. Remember, ഓർത്തുകൊള്ളുക, a fruitful life isn't about being perfect. ഒരു ഫലകരമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്. It is about being purposeful. അതെ, ഉദ്ദേശമുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്. Let us stop being the tomato stick. ഈ വലിയ ധാരാളം ഫലം കായ്ക്കുന്നതായിരിക്കുന്ന ഒരു തക്കാളി തോട്ടം പോലെ നമുക്കായിരിക്കാം. Start thriving in God's garden. ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃഷിത്തോട്ടത്തിലെ കൃഷികളായി നമുക്കും മാറാം, ഫലം കൊടുക്കാം. Be a big harvest. ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങുക. Be a great winner. ഒരു വലിയ വിജയം വരിക്കുന്നതായിരിക്കുന്ന ജയാളിയായി തീരുവാൻ ആഗ്രഹിക്കുക. May God bless you with all these words. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.